നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. മെട്രോ സ്റ്റേഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്നല്ലേ. 1.5 മാസമായിട്ടോ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഞാൻ മെട്രോ വഴി, ആസ് യൂഷ്വൽ മെട്രോ വഴി, ജനശതാബ്ദി വഴി കൊല്ലത്തേക്ക് പോയി. ഏകദേശം എത്രയാണ്, ഒരു 9-9:15 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. എന്നെ പുയപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ബസ് വന്ന് ഇറങ്ങുന്നത്. 9-10 ആകുമ്പോൾ അവിടേക്ക് സിന്ധു വന്നു. അപ്പോൾ എന്നെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്നെ കാത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്? അക്കച്ചി നിൽക്കുന്നു, അമ്മ നിൽക്കുന്നു, ഗിങ്ങിണി നിൽക്കുന്നു, അങ്ങനെ എല്ലാവരും നിരനിരയായിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ടാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പറയുമ്പോൾ ഓർമ്മയുണ്ടാവും, പിന്നെ അമ്മ കുഞ്ഞ് ഏതാണെന്ന് എന്നോട് തന്നെ ചോദിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും നമ്മൾ പറയുമ്പോൾ അവർ സന്തോഷമാകുമല്ലോ. മോള് വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു സന്തോഷം വരുമല്ലോ. അത് തന്നെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഇത്തവണ വന്നത്. സാറിന് 1 മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ മിനിമം വരുമായിരുന്നു. ഇത്തവണ ഇത്തിരി ലേറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, രാത്രി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട. കാരണം ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് എന്ത് കഴിച്ചു, ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീറ്റ് രാവിലെ തന്നെ സിന്ധു എല്ലാ ദിവസവും നടക്കാൻ പോകും ഒരു 5:30 ആകുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ ഞാനും കൂടെ നാട്ടിലുണ്ടായതുകൊണ്ട് ഞാനും കൂടെ നടക്കാനായിട്ട് കൂടി 5:30 എണീറ്റ് ഞങ്ങൾ നടക്കാൻ പോകുക കേട്ടോ. അത് വളരെ നല്ലൊരു സൂപ്പർ ഒരു ഇതായിരുന്നു. അത് നടന്നിട്ടൊക്കെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ 6-6:15 ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്താണ്, ഇവിടെ വരുമ്പം തന്നെ അമ്മ ഉണരും. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ഇത് തന്നെ, പുള്ളിക്കാരത്തി രാവിലെ എണീക്കുക. പണ്ട് മുറ്റത്തിറങ്ങിയിട്ട് സൂര്യഭഗവാനെ നോക്കിയിട്ടൊക്കെയാണ് തൊഴലും ഒക്കെ. ഇപ്പം മുറ്റത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. പകരം എന്താണ്, നമ്മുടെ സിറ്റൗട്ടിൽ തന്നെ നിന്നിട്ടാണ് സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ. ഇതൊരു അവിടുത്തെ നിത്യ കാഴ്ചയാണ്. അതുകൂടാണ്ട് നമ്മൾ സിന്ധു വന്നോണ്ട് അവിടുത്തെ പതിവ് ഇങ്ങനെ കേട്ടോ. നടന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ പട്ടീനെ അഴിച്ചു വിടും. അത് കഴിഞ്ഞിട്ട് എന്താണ്, വിളക്കും കണ്ടിയും തേക്കാനായിട്ട് അതെടുത്ത് വിളക്കും കണ്ടിയൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് വെക്കും. പിന്നെന്താണ്, മുറ്റത്ത് നിൽക്കുന്ന പൂക്കളൊക്കെ ഇല്ലേ, പൂക്കളൊക്കെ ഈ വിളക്കും കണ്ടിയും തേച്ച ശേഷം അതിനകത്ത് വെക്കാനുള്ള പൂക്കളൊക്കെ നമ്മളെ വീടിൻ്റെ അവിടെ തന്നെയൊക്കെ ഉണ്ട്. ചെമ്പരത്തി അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെക്കും. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിരം റൂട്ടീൻ. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിവിടെ ഏത് വീട്ടിലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ ഒരു വിശേഷമാണ്. ഞാൻ ഈ പൈപ്പ് തുറന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പൈപ്പ് തുറന്ന് കാണിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഈ പൈപ്പ് ഏതാണെന്ന് അറിയാമോ? മറ്റേ എന്താണ്, എന്തോ ഒരു കുടിവെള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി, അതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഓൾറെഡി തന്നെ പൈപ്പ് നമ്മുടെ വീട്ടിലുണ്ട്. ഇതെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ, നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ളതുപോലെ എന്താണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എന്ന് പറഞ്ഞതുപോലെ അവിടെയും ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ വെള്ളമില്ലാത്ത പല വീടുകളും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ വെള്ളം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഞാൻ വെറുതെ തുറന്നു നോക്കിയത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ വന്നപ്പോൾ ആ പൈപ്പൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. പൂ കണ്ട് നല്ല സൂപ്പർ പൂവാണ്. ഈ രാവിലത്തെ ഈ ഒരു എൻവയോൺമെൻറ്റ് അതൊന്നും വേറൊരു സുഖമാണ്. ഇവിടെ ഒന്നും കിട്ടാത്ത. ഇവിടെ എന്ന് വെച്ചാൽ എറണാകുളത്ത് നമ്മളെ ബിസി ലൈഫിൽ ഇതൊന്നും നമ്മൾ ആസ്വദിക്കുന്നേ ഇല്ല. ഞാൻ ആസ്വദിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത്രയും ഒരു സന്ദർഭങ്ങളൊക്കെ. 6 മണിയും 6:15 മണിയും പുറത്തിറങ്ങി പൂവിനെയും പുഷ്പത്തെയൊക്കെ കാണുന്നതൊക്കെ. നമ്മളെ പോമിനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിറവേറ്റിയിട്ട് അവൻ അവിടെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ കളിക്കുന്നു. അവനെ വിളിച്ചാൽ അവൻ നമ്മുടെ പുറമേ തന്നെ വരും. എന്നെ അവന് അപരിചിതത്വമൊന്നുമില്ല കേട്ടോ. മാസത്തിൽ ഒരു തവണയെ കാണുന്നെങ്കിലും അവനെന്നെ കാണുമ്പോൾ നല്ല പരിചയം. ഞാൻ വിളിച്ച ഉടനെ എൻ്റെ പുറമേ ഓടുന്നുണ്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നടന്ന് ഉഷാറായിട്ട് നമ്മൾ വരുമ്പോൾ വീട്ടിനകത്തോട്ട് ഞങ്ങൾ കയറിയിട്ടില്ല. മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. മുറ്റത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നും തീർത്ത ശേഷമാണ് നമ്മളങ്ങനെ അകത്തേക്കൊക്കെ കയറുന്നത്. അമ്മയുടെ അപ്പുറത്തെ സൂര്യൻ നോക്കിയിട്ടുള്ള നാമം ചൊല്ലം കഴിഞ്ഞിട്ട്, ചൊല്ലൽ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് നാമം ചൊല്ലും. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കച്ചി ഉണർന്നിട്ടില്ല കേട്ടോ. രാവിലെ ഗുളിക കഴിച്ചിട്ട് കുറേ ഗുളിക കഴിച്ചിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ പകലിത്തിരി കുറച്ച് നേരം പുള്ളിക്കാരത്തി ഉണരും. അങ്ങനെ വിളക്ക് വെക്കാനുള്ള പൂവൊക്കെ ഞാൻ പൊട്ടിക്കുക കേട്ടോ. ചെമ്പരത്തി എത്രണ്ണം വേണം?
ഉള്ളിലേക്ക് നിൽക്കുന്നതുകൊണ്ട് പൊട്ടിക്കാൻ വലിയ പാട്, കയ്യിൽ മൊബൈലും കൂടി ഇരിക്കുന്നത് കൊണ്ട് വലിയ പാടായിരുന്നത് പൊട്ടിക്കാനായിട്ട്. ഇവനുണ്ടല്ലോ നമ്മുടെ ഭൂമിയില്ലേ, അവനെ കൂട്ടിക്കയറ്റാനായിട്ട് അമ്മ നേരത്തെ മുറ്റത്തൊക്കെ അമ്മ ഇറങ്ങി നടക്കുമായിരുന്നല്ലോ. ആ സമയങ്ങളിലൊക്കെ അവനെ ഒരു ശീലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ചെമ്പരത്തിയുടെ നമ്മൾ രാവിലെ ഇപ്പം വിളക്കിൻ്റെ മുമ്പിൽ വെക്കുന്ന പൂവ് വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് മാറ്റുമല്ലോ. ആ പൂവ് ഇവൻ പുറത്തിറങ്ങി നിൽക്കുന്ന ആ പൂവിനെ കാണിക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് ഇവൻ വരും. ആ പട്ടിക്കൂടിൻ്റെ അടുത്ത് വെച്ച് അമ്മ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവൻ ഓടി വരികയും ചെയ്യും. ഇത് പട്ടിക്കൂടിന് ഉള്ളിലിടുമ്പോൾ അത് തിന്നാനായിട്ട് അകത്ത് കയറും. അങ്ങനെയായിരുന്നു അവനെ ഇങ്ങനെ കൂട്ടിനുള്ളിലേക്ക് കയറ്റുന്നത്. ഇപ്പം അതും അവന് നമ്മൾ ആ വിളക്കിൻ്റെ അവിടെ വെച്ച പൂവ് വൈകുന്നേരം അവനിങ്ങനെ കാത്തു നിൽക്കുക അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു ശീലമാണ്. ചെമ്പരത്തി കാണിച്ചിട്ടാണ് അവനെ കൂട്ടിലേക്ക് വിടുന്നത്. അതുകൊണ്ട് ഇന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം വരുന്ന ദിവസമാണ്. അപ്പം സർക്കാരിൻ്റെ വെള്ളം വരുമ്പോൾ നമ്മുടെ സ്വന്തം വെള്ളം നമ്മൾ ഉപയോഗിക്കത്തില്ല. എന്തോ ഒരു സന്തോഷം പോലെയാണ് ആ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തേക്ക് വന്നാലും അത് ഇങ്ങനെയുള്ള പൈപ്പ് കണക്ഷൻ വന്നാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പൈപ്പൊക്കെ തുറന്ന് നോക്കിയത്, ആ വെള്ളം വരുന്നല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ പുറത്തെ വിളക്കും കിണ്ടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ട് ഞാനും സിന്ധു മാത്രമേ മധുരമില്ലാണ്ട് വെറുതെ കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു എനർജി വരുമല്ലോ, നടന്നൊക്കെ ക്ഷീണിച്ച് വന്നതല്ലേ. അപ്പം എനർജി ഡ്രിങ്കായിട്ട് ഞങ്ങൾ കോഫി കുടിച്ചു. സിന്ധു മധുരം ഒന്നിനകത്ത് ചായക്കകത്തും കാപ്പിക്കകത്തും ഒന്നും ഇടത്തില്ല. എനിക്ക് പിന്നെ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. ഇട്ടില്ലേലും ഞാൻ കുടിക്കും, അഥവാ ഇട്ടാലും ഞാൻ കുടിക്കും. ഇപ്പം എനിക്ക് താല്പര്യം അതൊന്നും ഇടാത്ത, പഞ്ചസാര ഇടാതെ കുടിക്കുക എന്നുള്ള രീതിയാണ് കേട്ടോ. ഇപ്പം എനിക്കതാ ഇഷ്ടം. അഥവാ ഇട്ടാലും നമുക്കൊരു ഒരു വ്യത്യാസം നമുക്കങ്ങ് ഫീൽ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ പുഴുങ്ങിയതും പുട്ടും പപ്പടമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പം ചെറുപയർ നമ്മളതിനകത്ത് ഇട്ട് വെച്ചിട്ടില്ല. അപ്പം അതിട്ട് വയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇത് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അണ്ണൻ ഓർഡർ ചെയ്ത് അയച്ചതാണ്. അണ്ണൻ ആമസോണിലൊക്കെ കയറിയിട്ട് ഇതുപോലുള്ള ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ പുള്ളി ഇങ്ങനെ ഇരുന്ന് ഓർഡർ ചെയ്തു. സാധാരണ പെണ്ണുങ്ങളല്ലേ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അണ്ണൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ഇതൊക്കെ ഓർഡർ ചെയ്ത് റീസെൻ്റ് ഓർഡർ ചെയ്ത് വരുത്തിയത്. എനിക്ക് പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ബോക്സ്. അപ്പം എല്ലാ ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിൽ നിറച്ച് വയ്ക്കും. കാണാനും ഭംഗിയാണ്. അത് വളരെ ചെറിയ സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അടുത്ത നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ദിവസമുള്ള പരിപാടി കേട്ടോ. ഞാനുള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്നേ, ക്യാമറ എടുത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. സാധാരണഗതിയിൽ അല്ലാതെ ഇങ്ങനെ നടന്നു വന്ന് വിളക്കും കണ്ടിയും തേക്ക്, അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിലുള്ള പരിപാടിയും കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളിലാക്കുക, ഇതൊക്കെ അവിടുത്തെ റുട്ടീനാണ്. അത് കഴിഞ്ഞ് അക്കച്ചി എഴുന്നേറ്റു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുലരുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. കുറേ ഗുളിക കഴിച്ചിട്ട് കിടക്കുന്നതല്ലേ. അപ്പം പരിസരമൊക്കെ മുറ്റമൊക്കെ കുറേ ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ട് ഭയങ്കര കാറ്റും മഞ്ഞും ആയതുകൊണ്ട് കുറേ ഇലകളൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്നും നമ്മുടെ ഉള്ള പറമ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വീണിട്ട് കുറേ ഇലയുണ്ട്. അപ്പോൾ അതൊക്കെ കത്തിക്കൽ. ഇത് സമയം സത്യത്തിൽ 6-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ സിന്ധു വിളക്കൊക്കെ കത്തിച്ച ശേഷം നമ്മളടുത്ത എനിക്കെന്താ പരിപാടി, നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈവനാണ് നമ്മുടെ പുതിയ താരമൊന്നുമല്ല കേട്ടോ. കുറേ ആയി. ഇപ്പം ഏകദേശം ഒരു 8-9 മാസമായി ഈ സാധനത്തിനെ വാങ്ങിച്ചത്. കുഞ്ഞപ്പൻ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാട്ടോ. തുടയ്ക്കുന്ന മെഷീൻ, അതായത് നമ്മളതിനെ കുഞ്ഞപ്പൻ എന്ന് വിളിക്കും. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഫാമിലിയൊക്കെ താമസിക്കാനെങ്കിൽ വളരെ ഉപകാരം കേട്ടോ. അപ്പം വയ്യാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനുണ്ടെങ്കിൽ അത്യാവശ്യം റൂമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒള്ളി തിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏരിയകളിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇത് നല്ലതായിട്ട് പറയുന്നത്. മറ്റ് സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വീടുകൾക്ക് അത്ര വർത്താണോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, വത്തല്ല അത് ഫലപ്രദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അതിനേക്കാൾ നല്ലത് അല്ലാണ്ട് തുടയ്ക്കുന്നതാണെന്നാണ്. അപ്പം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? റാഗി പുട്ട്, പയർ, പപ്പടം. പിന്നെ കിങ്ങിണിക്ക് റാഗി പുട്ടല്ല കൊടുത്തത്, അരിയുടെ പുട്ടുണ്ടാക്കി. ഞങ്ങളൊക്കെ റാഗിയുടെ പുട്ടും പയറും പപ്പടമാണ്. ഇവിടെ എറണാകുളത്ത് കണ്ണന് പുട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പുട്ട് അധികം ഉണ്ടാക്കാറില്ല. അപ്പം നാട്ടിൽ വന്നപ്പം പുട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു.
നിങ്ങൾ കണ്ടോ അക്കച്ചിയുടെ പല്ലെല്ലാം പോയത് കണ്ടോ? പല്ല് 2 പ്രാവശ്യം ഫുള്ള് പല്ല് സെറ്റ് വെച്ചതാണ്. ബട്ട് എന്തോ അസ്ഥി ഇവിടെ ഉള്ള ബോൺസൊക്കെ തേയ്മാനം ഉള്ളത് കൊണ്ട് അത് ഫിറ്റ് ആകുന്നില്ല. 2 തവണയും നമ്മൾ ആ വാങ്ങിച്ച സാധനത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്തത്. ബട്ട് എന്ത് ചെയ്യാനാ, പൈസകൾ കുറേ പോയതല്ലാതെ അതങ്ങോട്ട് ബെനിഫിറ്റ് ആയില്ല. പല്ല് വളരെ ഇഷ്യൂസായിട്ടിരിക്കുകയാണ്. അങ്ങനെ കിങ്ങിണിക്ക് ട്യൂഷന് പോകാനുള്ള സമയമായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കിങ്ങിണിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് സിന്ധു പോയി. ഞാൻ പിന്നെ എന്താണ് കുഞ്ഞപ്പനെ വിട്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി മാനുവലായിട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള റെഡിയാക്കിയിരിക്കുന്നത് പയർ മെഴുക്ക് പുരട്ടി, മീൻ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട്, മീൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ കായത്തോരനൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. ഇത് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് ഇതാണ്. അപ്പം സാധാരണ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാറുള്ളത്. നാട്ടിലതൊന്നും നടക്കില്ല കേട്ടോ. ഇങ്ങനെ തീറ്റ. അപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്താണ് ഇത് പപ്പങ്ങയില്ലേ, പപ്പങ്ങ പഴുത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് അക്കച്ച് വെച്ചിട്ടുണ്ടാവും. കട്ട് ചെയ്ത് പുള്ളിക്കാരത്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചേക്കും. അതും കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് എന്തൊക്കെയുണ്ടായിരുന്നു നേരത്തെ ഞങ്ങളെ കാണിച്ചിട്ടില്ലേ? പയർ മെഴുക്ക് പുരട്ടി, മീൻ കറി, കായ മെഴുക്ക് പുരട്ടി, അച്ചാറ്, ചോറ്. ഇത്രയും കൂടെ നന്നായിട്ടങ്ങ് കഴിച്ചു. അമ്മയുടെ പാട്ട് കേട്ടോ നിങ്ങൾ? സജീവണ്ണൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അമ്മയുടെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? പുള്ളിക്കാരത്തേക്ക് ഇപ്പം ഇത് മരുമകനാണെന്നോ അല്ലെങ്കിൽ ആങ്ങളയുടെ മകനാണ് ഇതെന്നുള്ളൊരു ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ പറയുമ്പോൾ ഓർക്കും, പിന്നെ അതങ്ങ് മറന്നു പോവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓർമ്മയുടെ മാത്രമേ പ്രശ്നമുള്ളൂ. വൈകുന്നേരം ആയപ്പോൾ ഒരു സിന്ധുവിന് ഭയങ്കര എന്ത് ഭൂതിയാണെന്നറിയാമോ? എന്താ അൽഫാമും ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ മടിയായിട്ട് വയ്യ. എനിക്ക് പോകാൻ വയ്യ. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ കടയിൽ വിളിച്ചു ചോദിച്ചേ. അപ്പോൾ അയാൾ പറഞ്ഞു പയ്യന്മാരൊന്നുമില്ല, അതുകൊണ്ട് വന്ന് വാങ്ങേണ്ടി വരുമെന്ന്. അങ്ങനെ എന്നെ കുത്തി തള്ളിക്ക്. ഇങ്ങനെയോട് ചോദിച്ചപ്പോൾ എന്താണ് അൽഫാം എന്ന് പറഞ്ഞില്ല. അതിന് മുമ്പ് അവൾ നടന്നു പോകണമെങ്കിലും പോയി വാങ്ങിക്കാമെന്നുള്ള ലക്ഷണമാണ്. അങ്ങനെ എന്താണ് സിന്ധുവിൻ്റെ മോഹമല്ലേ, പെട്ടെന്ന് വന്ന മോഹമല്ലേ. അങ്ങനെ രാത്രി ഞാനും കിങ്ങിണിയും കൂടെ എന്താണ് അൽഫാം വാങ്ങിക്കാൻ വെളിയത്തേക്ക് വന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ജംഗ്ഷനിൽ വരാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇങ്ങനെ മടിച്ചിയാണ്. വീട്ടിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങുന്നത് വലിയ പാടാണ്. ഞാനും കിങ്ങാമും കൂടെ വെളിയത്ത് ജംഗ്ഷനിൽ വന്ന് അൽഫാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വല്ല കാര്യമുണ്ട്, വല്ല പച്ചപ്പാതിരയൊന്നും ആയിട്ടില്ല. 8 മണിയാകണ്ടായിട്ടുള്ളെന്ന് തോന്നും. എനിക്കാണെങ്കിൽ എന്നോട് കുറേ പുള്ളിക്കാരത്തി പറഞ്ഞു ഒന്ന് പോകുമെന്ന്. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് എന്നെ കടയിലേക്ക് വിട്ടത് കേട്ടോ. കിങ്ങിണിക്ക് അൽഫാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ സാധനം കൊണ്ട് ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അൽഫാം. പക്ഷേ എന്ത് വേണ്ടുമെന്നറിയാമോ പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയുമെങ്കിലും കഴിക്കൽ കൂടുതലും ഞാനും കിങ്ങിണിയായിരിക്കും. അത് വേറെ സത്യം. അങ്ങനെ ഞങ്ങൾ 3 പേരെയും കഴിക്കുള്ളൂ. വേറെ അവിടുത്തുള്ള സെറ്റുകളൊന്നും ഇതൊന്നും കഴിക്കത്തൊന്നുമില്ല. അവർ അൽഫാം പോയിട്ട് ചിക്കൻ പോലും കഴിക്കാത്ത ടീമുകളാണ്. ഞങ്ങളങ്ങനെ 3 ആയിട്ട് ഷെയർ ചെയ്ത് എന്നിട്ട് എന്ത് വേണ്ടു ഞങ്ങൾക്ക് കളയേണ്ടിയും വന്നു. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ.